തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഒരു മലവെള്ള പാച്ചിലാണ്. ഈ മലവെള്ള പാച്ചിൽ ഇങ്ങനെ പാഞ്ഞു വരുമ്പോൾ ഈട്ടിത്തടിയോ തേക്കിൻ്റെ തടിയോ നിന്നാൽ കടപുഴകി അത് പോവും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് UDFിൻ്റെ സ്ഥാനാർത്ഥികളുടെ സൗന്ദര്യം നോക്കിയോ അവരുടെ പാരമ്പര്യം നോക്കിയല്ല. ഇത്തവണ LDFിനെതിരെ വിധി എഴുതാൻ കാത്തു നിൽക്കുന്ന ഒരു ജനസമൂഹത്തിന് മുമ്പിൽ സ്ഥാനാർത്ഥിയുടെ പാരമ്പര്യവും പൈതൃകവും സൗന്ദര്യവും ഒന്നും ഒരു വിഷയമല്ല. UDF സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർ നിങ്ങൾ UDFിന് ബാലി കയറാൻ മലയാണെന്ന് വിശ്വസിക്കുന്ന മണ്ഡലത്തിൽ പോലും ഇത്തവണ ജയിച്ചു കയറും. ഞാൻ പറയുന്നു, ഇത്തവണ 111 സീറ്റുകൾ UDF നേടി അധികാരത്തിൽ വരും. 977-ൽ 111 സീറ്റ് നേടിയിട്ടാണ് ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. എല്ലാ MP-മാരുടെ ഉത്തരവാദിത്വം അവരവരുടെ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളെ പരമാവധി വോട്ടുകൾ നേടിയെടുത്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാ MP-മാരുടെയും ദൗത്യം അതാണ്. കാരണം ഈ ഞങ്ങളെ MP-മാരാക്കാൻ കഷ്ടപ്പെട്ട ആളുകളാണിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പോൾ അവരെ MLA-മാരാക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് MP-മാരുടെ ഉത്തരവാദിത്വം. പിന്നെ കോൺഗ്രസിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായി ആ പ്രഖ്യാപനത്തിന് അനുസൃതമായ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നുള്ളതാണ് എല്ലാവരുടെയും ഉത്തരവാദിത്വം. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുക്കും. കേരളത്തിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള എല്ലാ MP-മാരും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സീറ്റിന് വേണ്ടി ശ്രമിക്കാം. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് അന്തിമമായ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു MP-യും അതിനെതിരെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. കാരണം എല്ലാവരും കോൺഗ്രസ് വികാരം ഉൾക്കൊള്ളുന്ന ആളുകളാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സിരകളിൽ കൂടി ഒഴുകുന്ന രക്തം കോൺഗ്രസിൻ്റേതാണ്. അപ്പോൾ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി ഒരു MP-യും പ്രവർത്തിക്കില്ല. കാരണം കേരളത്തിലെ പൊതുജന സമൂഹം ഈ ഗവൺമെൻറ് മാറി UDFിൻ്റെ നേതൃത്വത്തിലൊരു ഗവൺമെൻറ് വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ജനവികാരത്തിനെതിരായി നിൽക്കാൻ ഒരു MP-യും തയ്യാറാവില്ല. ഞങ്ങളെ വിജയിപ്പിച്ചവരാരാണ്? കോൺഗ്രസ് പ്രവർത്തകരാണ്, കോൺഗ്രസ് നേതാക്കന്മാരാണ്. ആ നേതാക്കന്മാരാണ് അസംബ്ലിയിൽ മത്സരിക്കുന്നത്. അപ്പോൾ എൻ്റെ അസംബ്ലി മണ്ഡലത്തിൽ 7 MLA-മാർ മത്സരിക്കുന്നുണ്ട്. 5 എണ്ണം കാസർഗോഡ് ജില്ലയിൽ, 2 എണ്ണം കണ്ണൂർ ജില്ലയിൽ, പയ്യന്നൂരും കല്യാശ്ശേരിയും. ഈ 7 അസംബ്ലി മണ്ഡലവും എനിക്ക് ഒരുപോലാണ്. ആ 7 അസംബ്ലി മണ്ഡലത്തിലെയും UDF സ്ഥാനാർത്ഥികളെ വിജയതിലകം അണിയിക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടാൻ ഉള്ള ഒരു ഉത്തരവാദിത്വമാണ് എനിക്കുള്ളത്. ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കും. ആരാണ് സ്ഥാനാർത്ഥിയെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. പാർട്ടി മുന്നണി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് MP-മാരുടെ ഉത്തരവാദിത്വം.